അപ്പു. അല്പസമയത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്നവന്റെ സ്വരം. നെഞ്ചിലെന്തോ കൊണ്ടിടിച്ച പോലെ നിന്നുപോയവൾ. കാതിലൂടെ ആ സ്വരം തന്റെ ഹൃദയത്തിലേക്ക് പടർന്ന് കയറിയതുപോലെ. കിളിക്കുഞ്ഞേ. ആദി വീണ്ടും വിളിച്ചതും കുതിച്ചു കയറിയ മിടിപ്പോടെ ചുവന്ന് തുടുത്തുപോയ മുഖത്തോടെ നേർമയായി ഒന്ന് മോളിയവൾ. എന്തെടുക്കുവാ അപ്പു? ഞാൻ വെറുതെ. വേഗം വരാട്ടോ. ഊണ് കഴിച്ചോ? അത്രയും നേർമയിലുള്ള ചോദ്യം ആദിയുടെ ചുടികളൊന്ന് വിടർന്നുപോയി. കുറച്ച് മാറിന്ന് ആദി നോക്കിയ സ്റ്റാഫ്സിന്റെ ഉൾപ്പെടെ കണ്ണുപിഴിഞ്ഞു. അവരുടെ എല്ലാം കലിപ്പനായ ആദി സാറല്ലയോ? കഴിച്ചു. അപ്പു കഴിച്ചോ? പിന്നെ അത് ഏട്ടൻ പാവാട്ടോ. എന്താ? ആദിയുടെ മിഴികളൊന്ന് കുറുകിപ്പോയി. കാര്യം മനസ്സിലാവാതെ വീണ്ടും ചോദിച്ചവൾ. ഏട്ടൻ പാവാണ് ആദിയേട്ടാ. പെണ്ണ് വീണ്ടും പതിയെ പറഞ്ഞതും എന്തോ മനസ്സിലായതുപോലെ ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. ഒപ്പം അവിടെ ആ വിളി. തന്റെ പേരിനോട് പോലും ഒരിഷ്ടം തോന്നിപ്പോന്ന് അവളിങ്ങനെ വിളിക്കുമ്പോഴാണ്. ആഹാ, പിന്നെ? അജുവിന്റെ പണിയാണെന്ന് മനസ്സിലായെങ്കിലും അവിടെ സംസാരം കേൾക്കാനുള്ള കൊതിയോടെ വീണ്ടും ചോദിച്ചു ആദി. പിന്നെ ഏട്ടനെ ഉപദ്രവിക്കരുത് കേട്ടോ. ഏയ് ഇല്ല, ഉപദ്രവിക്കില്ല. വഴക്കും പറയരുത്. അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. കഴിഞ്ഞോ? ഇത്രയാവും പറഞ്ഞെന്നുള്ളൂ. അവിടെ ആ മറുപടിയിൽ ഉറക്കെ ചിരിച്ചു പോയിരുന്ന ആദി കണ്ണു മിഴിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും. അത്ര നേരം അവരെല്ലാം കടിച്ചു കയറി നടന്നവനാണ്. മീര ഫോൺ വെച്ച് കഴിഞ്ഞതു മുതൽ അത്രയും സന്തോഷത്തിലായിരുന്നു ആദി. അത് ആ ദിവസത്തിലുടനീളം കാണാനും ഉണ്ടായിരുന്നു. അജുവിനോട് പതിവില്ലാത്ത സ്നേഹമൊക്കെ. പെണ്ണ് പറഞ്ഞുകൊണ്ട് മാത്രം അവന്റെ കള്ളത്തിൽ അറിഞ്ഞിട്ടുകൂടി ആദ്യം അവനെ ജോലിയൊന്നും ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചില്ലെന്നാണ് സത്യം. ഇവനെ തലക്കിട്ട് ആരടിച്ചു എന്നുള്ള ഭാവമായിരുന്നു അജുവിന്. പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു അതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്തു. അവന്റെ കുഞ്ഞുമണിയെ പറഞ്ഞേൽപ്പിച്ചത് അവൾ അതേപടി അനുസരിച്ചെന്ന് അവനും മനസ്സിലായി. അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമണി പാവാ. ആനന്ദാശ്രുക്കൾ തുടച്ചു നീക്കി സ്വയം പറയുമ്പോഴും അവളോടുള്ള സ്നേഹം കൂടുകയായിരുന്നു അവനിൽ. ഒരാൾക്ക് ഇത്രയും പാവമാവാനും കഴിയുമെന്ന് അജുവിന് മനസ്സിലായി. സർ, ശേഖർ സാർ വന്നിട്ടുണ്ട്. ആദി സാറിനെ കാണുന്നു പറയുന്നു. ഓക്കെ. PA കിഷോർ റൂമിലേക്ക് വന്ന് പറഞ്ഞത് അജുവിനുള്ള മറുപടി നൽകി. GK ഗ്രൂപ്പ്സിന്റെ MD ആണ് ശേഖര വർമ്മ. അവരുടെ കമ്പനിയുടെ 80% ഷെയർസ് ആദ്യം വാങ്ങിയിട്ടുണ്ട്. തകർന്നു നിൽക്കുന്ന GK ഗ്രൂപ്പ്സിനെ ഏറ്റെടുത്ത് ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനിയാക്കി ഉയർത്തിയെടുക്കാൻ ആദിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ശേഖറിന് വലിയ മതിപ്പാണ് ആദിയെ. ആ ശേഖർ വന്നിട്ടുണ്ട്, നിന്നെ കാണുന്നു പറയുന്നു. വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുക. കിഷോർ പോയത് അജു ആദി വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഓക്കെടാ, ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അത്രയും പറഞ്ഞുകൊണ്ട് അജു ഫോൺ വെച്ച് കിഷോറിനെ വിളിച്ച് ആദിയുടെ ക്യാബിലേക്ക് ശേഖറിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒപ്പം അജു അവിടേക്ക് നടന്നു. ആദിയെ ഞാൻ കാണാമെന്ന് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. ശേഖരൻ പറഞ്ഞു തുടങ്ങിയതും ആദിയും അജു ഒരുപോലെ അയാളെ നോക്കി. അത് എൻ്റെ മോളിപ്പോൾ MBA കഴിഞ്ഞ് US നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരു എക്സ്പീരിയൻസിനായിട്ട് ആദിയുടെ കമ്പനിയിൽ ട്രെയിനിയായിട്ടൊരു ജോബ്. ശേഖർ അല്പം മടിയോടെയാണത് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ തന്നെ ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആദി. അതും അവൻ്റെ മുത്തശ്ശനും തൻ്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന പഴയ സൗഹൃദത്തിൻ്റെ പുറത്താണ്. വീണ്ടും അവന് മുന്നിൽ ഇതുപോലൊരു ആവശ്യമായിട്ട് വന്നു നിൽക്കുമ്പോൾ മകളുടെ ഭാവി മാത്രമേ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം ആദിയുടെ മുത്തശ്ശൻ പണ്ട് നൽകിയ വാക്കും. ആദിയുമായി മകൾ ദേവികയുടെ വിവാഹം ഒരുവിധമായിരുന്നു മകളെ കൊണ്ട് അതിനെ സമ്മതിപ്പിച്ചെടുത്ത്. ഒരു വിവാഹത്തിനോടും അത് കഴിഞ്ഞുള്ള കമ്മിറ്റ്മെന്റിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്തവളെ തൻ്റെയും ബിസിനസിൻ്റെ അവസ്ഥ കാണിച്ചാണ് സമ്മതം പറയിപ്പിച്ച്. പക്ഷേ ആ പ്രപ്പോസൽ ആദ്യം അറിയുന്നതിന് മുമ്പ് തന്നെ മുടങ്ങുകയും ചെയ്തു. ആദ്യം PA ആയിട്ടുള്ള പെണ്ണും തമ്മിൽ ഇഷ്യൂ പുറത്തറിഞ്ഞ നിമിഷം തന്നെ വിവാഹത്തിൽ നിന്നൊഴിയാൻ കാരണം നോക്കി നടന്നവൾക്ക് അതൊരു പിടിവള്ളിയായി. ഇതുപോലെ ഒരാളെ കല്യാണം കഴിക്കാൻ വയ്യെന്ന് അവൾ തീർത്ത് പറഞ്ഞു. പിന്നെ നിർബന്ധിക്കാനും തനിക്കായില്ല. എല്ലാവരെയും പോലെ ആദ്യം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് താനും വിശ്വസിച്ചു. പിന്നീടാണ് അവൻ നിരപരാധിയാണെന്ന് അറിയുന്നത്. അപ്പോഴേക്കും വീട്ടുകാരിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും അകന്നുപോയ ആദിയെ വിവാഹത്തിന് നിർബന്ധിക്കാനോ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനോ കഴിയാത്ത വിധമായി തീർന്നിരുന്നു. ആദ്യമൊന്നും പറഞ്ഞില്ല. ഒരാളെ കൂടെ നിർത്തി ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം എനിക്കില്ല. പിന്നെ അങ്കിൾ ആദ്യമായിട്ട് പറയുന്ന ഒരു ആവശ്യമായതുകൊണ്ട് മാത്രം ഇവിടെയുള്ള ട്രെയിനിങ് സ്റ്റാഫിനൊപ്പം ജോയിൻ ചെയ്യാം. ആദ്യം തന്നെ മാനേജറുടെ ചെയർ കയറി ഇരിക്കാനാവില്ലല്ലോ. ആസ് യുവർ വിഷാദി, അത്രയും മതി. അവൻ സമ്മതം പറഞ്ഞതിന്റെ സന്തോഷം അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അജുവാണെങ്കിൽ ആദ്യം വാ തുറന്ന് നോക്കി നിൽപ്പാണ്. കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്ന ആദ്യം ഇങ്ങനെയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ ആവശ്യത്തിന് മുഖം നോക്കാതെ നോ എന്ന് പറയുന്നവരാണ്. എല്ലാവന്റെ കിളിക്കുഞ്ഞിന്റെ ഒരു ഫോൺ കോളിന്റെ അത്ഭുതം. മീരയുടെ മുഖമോർത്തത് അജുവിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ ശബ്ദം പോലും മുന്നിലിരിക്കുന്നവന് നൽകുന്ന സന്തോഷം അതൊന്നു മാത്രമാണ്. അവന്റെ മുഖത്തെ പുഞ്ചിരിയും പെരുമാറ്റത്തിൽ കാണുന്ന സമാധാനവും ഓർത്തുകൊണ്ട് അജു ഒന്ന് വിശ്വസിച്ചു. ശേഖർ യാത്ര പറഞ്ഞിറങ്ങിയതും ആദ്യം അജുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീ എന്ന് എൻ്റെ അപ്പുവിനോട് പറഞ്ഞേ?
എന്റെ കുഞ്ഞുമണിയോട് ഞാൻ പലതും പറയും. അത് നിന്നോട് പറയണോ? ആദി ഗൗരവത്തോടെ ചോദിച്ചു. ഗൗരവം ഒട്ടും കുറക്കാതെ അല്പം പുച്ഛത്തോടെ തന്നെ അജുവും മറുപടി നൽകി. അടുത്ത നിമിഷം അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അജുവിന്റെ കോൺടാക്റ്റിൽ നിന്ന് തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത റെക്കോർഡിംഗ് ഓൺ ചെയ്ത് അവന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു ആദി. ഫോണിൽ നിന്നും താൻ പറഞ്ഞു പഠിപ്പിച്ചെല്ലാം അതേപോലെ ആദിയോട് പറയുന്നവളുടെ ശബ്ദം കേൾക്കെ അജു തലക്ക് കൈ കൊടുത്തിരുന്നു. ആദി ചിരി കടിച്ചു പിടിച്ച് നിന്നതേയുള്ളൂ. അല്ലെങ്കിലും എന്റെ തെറ്റാ, ഞാനിതൊക്കെ ആരോടോ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഓർക്കണമായിരുന്നു. അജു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതും ആദിയുടെ അധരങ്ങളൊന്ന് വിടർന്നു. യു ആർ വെരി വെരി ലക്കി മാൻ. അതാടാ നിനക്ക് അവൾ തന്നെ കിട്ടിയേ. അത്രയും സന്തോഷത്തോടെ അജു കാര്യമായി തന്നെ പറയുമ്പോൾ ആദിയുടെ മിഴികളും അത് സമ്മതിച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് തിളങ്ങി. ഒരിക്കലും അവളെ വിഷമിപ്പിക്കല ആദി, ഒരു പാവാത്. നിനക്ക് തോന്നുന്നുണ്ട് അജു അവൾ വേദനിപ്പിക്കാൻ എനിക്കാവുമെന്ന്? ആദി ഇന്ന് ഈ ലോകത്ത് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും നേരെ സ്നേഹിക്കുന്നത് അവളെയാണ്. എൻ്റെ ഈ നെഞ്ച് നിറയെ എൻ്റെ കിളിക്കുഞ്ഞ് മാത്രമാണ്. ഉള്ളു വീങ്ങുന്ന പ്രണയത്തോടെ ആദ്യം പറഞ്ഞു നിർത്തുമ്പോൾ അവനിലെ ഓരോ മാറ്റങ്ങളും തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നു അച്ചു. ഇനി എന്തിനാണ് നീ നിങ്ങളുടെ കാര്യം വീട്ടിൽ പറയാൻ വൈകിക്കുന്നത്? ഇന്ന് അഗ്നി കണ്ടു, നാളെ മറ്റൊരാൾ. അങ്ങനെ അറിയുന്നതിലും നല്ലതല്ലേ നീ ആയിട്ട് തന്നെ ഉണ്ടായതെല്ലാം പറയുന്നു. ഒരു 1 വീക്ക് ടൈം എനിക്ക് വേണം വെച്ചു. വേറൊന്നിനല്ല, ഞങ്ങളുടെ യുവാ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം. അന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ഒരു താലി കെട്ടി കൊടുത്തേ ഉള്ളൂ. നാളെ ആയുഷ് അന്വേഷിക്കുന്ന അവരുടെ പപ്പയുടെ കേസ് അവസാനിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അവകാശം പറഞ്ഞ് എൻ്റെ അപ്പൂനെ എൻ്റെ അരികിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. അതൊരു ഇതിങ്ങനെ പോട്ടെ. പിന്നെ അഗ്നിന്ന് കണ്ടതുപോലെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആദ്യം പറഞ്ഞു നിർത്തിയതും അത് ശരിയാണെന്ന് തോന്നിയ അജുവിനും. ഇനിയൊരു അവകാശത്തിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും വരുന്നതിന് മുമ്പ് അവളിൽ ഏറ്റവും അവകാശമുള്ളത് ആദിക്ക് തന്നെ ആയിരിക്കണം.